ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ താത്താടെ മോളുടെ 40 ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40-ന് പോകുന്നുണ്ടെന്ന്. അപ്പം ഇന്നാണ് ഞായറാഴ്ചയാണ് കേട്ടോ 40. അപ്പം നമ്മൾ പോവാണ്. എന്താ കുഞ്ഞിവിടെ മൈക്കപ്പിലുണ്ട്, ഇഷമോളുണ്ട്, അച്ചുട്ടനും ഉണ്ട്. അകത്തായ കാരണം മഴക്കാറുള്ളത് കൊണ്ടും വലിയ ക്ലിയർ ഇല്ല. ഞാൻ ബൾബിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന കാരണമാണ് എന്നെ ക്ലിയർ ഉണ്ട്. വേടാ എന്നെ ക്ലിയർ ഇട്ടാ. അപ്പോൾ എന്തായാലും ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഉമ്മയുടെ കൂടെയാണ് പോണത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അപ്പം ഇനി വിശേഷങ്ങളൊക്കെ പോണ വഴി കൂടെയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഹൈദരാബാദിക്ക് വണ്ടിയൊക്കെ ആയിട്ട് എത്തിയിട്ടോ. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഹൈദരാബാദിക്കാടെ വണ്ടിയിലാണ് പോവാറ്. അന്ന് ആച്ചൂട്ടനെ അന്നാൾ വീണിട്ട് കണ്ണിൻ്റെ മുകളിൽ പറ്റിയില്ലേ, അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിക്കാടെ വണ്ടീനെ വിളിച്ചിട്ട് പോയത് കേട്ടോ. അവിടെ ചെന്നിട്ട് ആൾ നമ്മുടെ കൂടെയൊക്കെ വരും. എന്താ വെച്ചാൽ നമുക്കറിയില്ല, മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നൊന്നും അറിയില്ലല്ലോ, എവിടെയൊക്കെ ഡോക്ടർ ഇരിക്കുന്നൊന്നും അറിയില്ല. ആളൊക്കെ കാട്ടി തന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ആളുടെ വണ്ടി തന്നെ വിളിക്കുള്ളൂ. ഡ്രൈവർ ഹൈദരാബാദിക്ക ഭയങ്കര ഉടായിപ്പാണ്. നമ്മുടെ ചാനലിന് വേണ്ടി 2 വർത്തമാനം പറയുക. അല്ലേ? എന്താണ് ഉമ്മയും മക്കളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല കുട്ടികൾ എവിടെയില്ലേ? നല്ല പാവങ്ങളാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുട്ടികളെ. ഓക്കെ. അങ്ങനെ നമ്മളതിനെ റോഡ് സൈഡിൽ കൊണ്ടുവന്നിറക്കിയിട്ട് വഴി കാണിച്ചു തന്നു. ആ കാണുന്ന വീടാ പറഞ്ഞു, നേരെ കാണുന്ന വീടാ പറഞ്ഞു. ഞങ്ങൾ നേരെ ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ എന്തെങ്ങനെ എഴുതി വെച്ചേക്കണത്, ഈ വീടല്ലായിരിക്കുമോ? നേരെ കാണുന്ന വീടാന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആൾ വന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ആ വീട്ടിലത്തെ ആൾ വന്നിട്ട് എന്തേ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട്. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, വീട് മാറിയതാ തോന്നണു എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എവിടുത്തെ ആരുടെ വീട് അന്വേഷിച്ചിട്ടാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആൾ വീടൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്ന വീട് ഇതായിരുന്നു, ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവരവിടുന്ന് ഇങ്ങോട്ട് താമസം മാറിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോർച്ചയും കാര്യങ്ങളും കറണ്ട് ബില്ലൊക്കെ ഒരുപാട് വരലും ഒക്കെ ആയ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് ദൂരം മാറിയിട്ടാണ് ഈ വീടുണ്ടായിരുന്നത്. ആ വീടിനേക്കാളും അടിപൊളി വീടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അവരവിടെ തുടക്കായിരുന്നു. ഫസ്റ്റത്തെ ഗസ്റ്റ് ഞങ്ങളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങളാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ കുട്ടികളെ മദ്രസൊക്കെ വിട്ട് വന്നപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് കറങ്ങണ്ടാകും, കുറേ കഴിഞ്ഞാൽ മഴയൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഉണ്ണി തീരെ ചെറുതല്ലായിരുന്നു. അപ്പോൾ ഇഷമോൾക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ എടുക്കണം കുറേ ദിവസമായി എടുക്കണം പറഞ്ഞിട്ട് കിടന്ന് തുള്ളൽ തുടങ്ങിയിട്ട്. അപ്പോൾ അവൾക്ക് ഞാൻ എടുക്കാൻ കൊടുത്താട്ടോ. അപ്പോൾ അതിനേക്കാളപ്പുറമായിരുന്നു കുഞ്ഞു. അപ്പോൾ കുഞ്ഞുവിൻ്റെ ആഗ്രഹം അങ്ങനെ എടുത്തോട്ട്. പിന്നെ ആച്ചൂട്ടന് പിന്നെ അങ്ങനെ എടുക്കാനൊന്നും ആഗ്രഹമില്ല. അവനിങ്ങനെ നോക്കിയിരിക്കുക, ഉമ്മ വയ്ക്കുക, അതൊക്കെയാണ് ഇഷ്ടം. ഇഷമോള് പിന്നെ കുട്ടിയുടെ അടുത്തുനിന്ന് പോയിട്ടേ ഇല്ല കേട്ടോ. കൈ മോമ കൊടുത്ത്, കാല് മോമ കൊടുത്ത്, കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമില്ല. ഇങ്ങനത്തെ പ്രായമുള്ള കുട്ടികൾക്ക് ആർക്കാണെങ്കിലും കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമില്ല. എനിക്കും എൻ്റെ ചെറുപ്പത്തിലും എനിക്ക് കുട്ടികളെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് വീടിൻ്റെ മോൾവശം കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്കൊന്ന് കയറി തട്ടോ. കുഞ്ഞു പറഞ്ഞു നല്ല രസം ഇവിടെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കയറി നോക്കിയതാട്ടോ. അപ്പോൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര സൗണ്ടായ കാരണം ഞാൻ അവിടെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കണത് കേട്ടോ. അങ്ങനെ നമുക്ക് വീടൊക്കെ ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒരുപാട് നേരം അവിടെ ഇരുന്നു. നമ്മൾ ഉച്ചയിരുന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിലൊക്കെ അല്ലേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ നിറച്ച് റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്, പിന്നെ മാങ്ങ നിൽക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വന്നവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ വന്നവരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിൽ നിൽക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അത് കാരണം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാവച്ചൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണത് ഇങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞും അവർ വന്ന വണ്ടിയിലത്തെ ഡ്രൈവറും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിരുന്നു. എന്താ പറയുക, അവരൊക്കെ പോയതിന് ശേഷം കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കും. ഞാനും കുഞ്ഞാത്ത അങ്ങനെ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ചു പോരുക ചെയ്തിട്ടാ കുട്ടികളെയും കൂട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വരണ സമയത്തും നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും മഴയാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒത്തുകൂടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ടളഞ്ഞിരുന്നിട്ട് ചോറ് തിന്നു കേട്ടോ. പിന്നെ എൻ്റെ താത്താരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും ഒന്നും വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് മൂത്ത താത്ത. അപ്പോൾ താത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മൂപ്പര് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹൈദരാബാദിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ താത്താക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഹൈദരാബാദിക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ വീണ്ടും ഹൈദരാബാദിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോരാ കേട്ടോ. തിരിച്ച് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ആ വീഡിയോയ്ക്ക് വൈൻഡപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരേനെയും വീഡിയോ എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതും എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ ഒന്നും ശരിയല്ലായിരുന്നു. പിന്നെ എല്ലാവരേനെയും എടുക്കാൻ എല്ലാവരും സമ്മതിക്കില്ലല്ലോ. എല്ലാവർക്കും യൂട്യൂബിൽ ക്യാമറയുടെ മുന്നിൽ യൂട്യൂബിലിടാനും ക്യാമറയിൽ ഇങ്ങനെ കാണാനും ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അത് പിന്നെ എനിക്ക് താല്പര്യമില്ല. എന്താ പറയുക, നമ്മൾ ക്യാമറ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുക, അത് അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആരെയും എടുക്കണ്ട. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിശേഷങ്ങളൊക്കെ അതായിരുന്നു. എത്ര പെട്ടെന്നല്ലേ കല്യാണം കഴിഞ്ഞതും കുട്ടികളുണ്ടായതും. എത്ര പെട്ടെന്നാണെന്നിങ്ങനെ നമുക്ക് ആലോചിച്ച് പോകും നമ്മൾ. നിങ്ങൾ കണ്ടില്ലേ, നാളെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ വാഴാനിയിൽ നിന്ന് പോകുന്ന സമയത്തായിരുന്നു ഉള്ള കല്യാണം ഉണ്ടായിരുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുമ്പളങ്ങാട്ടത്തെ വീട്ടിലേക്ക് മാറിയതൊക്കെ. നമ്മൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വർണ്ണം എടുക്കാൻ പോണതും ഡ്രസ്സ് എടുക്കാൻ പോണതും കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കുട്ടിയായി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാ. പിന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇനി ചിലപ്പോൾ ഇതുണ്ടാവും. നമ്മൾ കൊടുത്തിട്ടില്ല. ഋഷിക്ക് എന്തായാലും വരും. അവൾ 90 കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ വീട്ടിലേക്ക്. 90 കഴിഞ്ഞിട്ട് തന്നെ അവൾ പോവുള്ളൂ. അപ്പോഴത്തേനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.